ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വളരെ പ്രശസ്തമായ ചിദംബരസ്മരണയിലെ ഇരന്നുണ്ട ഓണം എന്ന അധ്യായമാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഈ യൂണിറ്റിൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് കേൾക്കുന്നതിന് മുൻപ് അതൊന്ന് വായിച്ചു നോക്കണം. അതുപോലെ തന്നെ പാഠപുസ്തകത്തിലെ ഈ അധ്യായം ഒരിക്കലെങ്കിലും നിങ്ങൾ തനിയെ വായിച്ചിരിക്കണം. ഞാനിവിടെ ഈ പാഠഭാഗത്തെക്കുറിച്ച് ഒരു പൊതുവായ ധാരണ തരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട്സും ടെക്സ്റ്റ് ബുക്കും വായിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് പോയിന്റുകൾ ഓർത്തിരിക്കാനും എഴുതാനും വളരെ എളുപ്പമായിരിക്കും. ശരി, അപ്പോൾ നോക്കൂ, ഈ പാഠം നമുക്കൊരു 6 ഭാഗങ്ങളായിട്ട് തിരിച്ചു പഠിക്കാം. ആദ്യം നമ്മൾ കവിയെയും അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെയും ഒന്ന് പരിചയപ്പെടും. പിന്നെ ഈ പാഠത്തിലെ പ്രധാന പ്രമേയമായ വിശപ്പ് മലയാള സാഹിത്യത്തിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കും. അതിനുശേഷം കഥയിലെ വളരെ നിർണായകമായ 2 സംഭവങ്ങളിലേക്ക് കടക്കും. പിന്നെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ആ പരമമായ സത്യം, ആ ഒരു തിരിച്ചറിവ് എന്താണെന്ന് മനസ്സിലാക്കും. ഏറ്റവും അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ഉറപ്പായും ഓർത്തിരിക്കേണ്ടത് എന്നുള്ള മാജിക് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, കവിയും പശ്ചാത്തലവും. നമ്മൾ പഠിക്കുന്ന ഇരുന്നുണ്ടോണം എന്ന ഈ പാഠഭാഗം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബരസ്മരണ എന്ന ആത്മകഥയിലെ ഒരു അധ്യായമാണ്. മലയാളത്തിലെ ഏറ്റവും ശക്തമായ ഓർമ്മക്കുറിപ്പുകളിലൊന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ ഒരു മറയുമില്ലാതെ പച്ചയായിട്ട് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് 1 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണിത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനൊരു വിശേഷണമുണ്ട്: ക്ഷുഭിത യൗവനത്തിന്റെ വാഗ്ദാവ്. എന്താണിതിന്റെ അർത്ഥം? 70കളിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ അനീതികൾക്കെതിരെ ദേഷ്യത്തോടെ, രോഷത്തോടെ പ്രതികരിച്ച ഒരു യുവതലമുറയുണ്ടായിരുന്നു. ആ തലമുറയുടെ ശബ്ദമായിരുന്നു ചുള്ളിക്കാടിന്റെ കവിതകൾ. ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാളത്തിൽ ഇത്രയധികം ആരാധകരുണ്ടായ മറ്റൊരു കവി ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ചിദംബരസ്മരണ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഇതൊരു ആത്മകഥയാണ്, അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകളുടെ ഒരു സമാഹാരം. 2001-ലാണിത് പ്രസിദ്ധീകരിച്ചത്. ഇതിലാകെ 34 അധ്യായങ്ങളുണ്ട്. ആ വർഷത്തെ, അതായത് 2001-ലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ പുസ്തകത്തിനായിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: അദ്ദേഹം ആ അവാർഡ് നിരസിച്ചു, അത് സ്വീകരിച്ചില്ല. ഇതൊക്കെ ഒറ്റവാക്കിൽ ഉത്തരമെഴുതാൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. പ്രമേയം സാഹിത്യത്തിലെ വിശപ്പ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 5 മാർക്കിന്റെ താരതമ്യ ചോദ്യങ്ങൾ, അതായത് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ഇരന്നുണ്ട് ഓണം എന്ന പാഠഭാഗത്തെ വിശപ്പ് പ്രമേയമായി വരുന്ന മറ്റ് സാഹിത്യകൃതികളുമായി ബന്ധിപ്പിച്ച് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കാണുന്ന ടേബിൾ, ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് നിർബന്ധമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം, വിശപ്പ് എന്നീ കഥകൾ, കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ്, അന്നത്തെ കൂലി, പി കേശവദേവന്റെ കൂൾ ഡ്രിങ്ക്സ്, കോവിലന്റെ പായസം, പിന്നെ MT വാസുദേവൻ നായരുടെ കർക്കിടകം. പരീക്ഷയ്ക്ക് വിശപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാൽ ചുള്ളിക്കാടിന്റെ അനുഭവത്തെ ഈ കൃതികളിലെ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്തെഴുതിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വിശപ്പെന്ന യാഥാർത്ഥ്യത്തിന്റെ തീവ്രത എത്രത്തോളമുണ്ടെന്ന് കാണിക്കുന്ന കോവിലന്റെ ഈ ഒരു വാചകം കേട്ടുനോക്കൂ. മരിച്ചുപോയാൽ മനുഷ്യൻ പിന്നെ വിശപ്പറിയില്ല. കണ്ടോ? ജീവിതത്തിലെ മറ്റെല്ലാ വികാരങ്ങൾക്കും ചിന്തകൾക്കും മുകളിൽ നിൽക്കുന്ന ഒന്നാണ് വിശപ്പ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മരണത്തിന് മാത്രമേ കഴിയൂ എന്ന് ഈ ഒറ്റവരി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരി, ഇനി നമ്മൾ നേരെ കഥയുടെ ഉള്ളിലേക്ക്, അതിലെ പ്രധാന സംഭവങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിലെ ആദ്യത്തെ നിർണായകമായ സംഭവം സൗഹൃദത്തിലെ സംഘർഷം. ഇവിടെ നിന്നാണ് കഥയുടെ ഗതി മാറുന്നത്. കവിയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ KS രാധാകൃഷ്ണനും അല്ലെങ്കിൽ രാധനും തമ്മിലുണ്ടാകുന്ന ഒരു ചെറിയ വഴക്കാണ് എല്ലാത്തിനും തുടക്കം. കഥ നടക്കുന്നത് 1978-ലെ ഓണക്കാലത്താണ്. വിപ്ലവമാണ് ലഹരി. വീടും നാടും ഉപേക്ഷിച്ച് നക്സലൈറ്റുകൾക്ക് വേണ്ടി കവിത ചൊല്ലി നടക്കുന്ന ഒരു കാലം. അന്ന് ചുള്ളിക്കാടിന് താമസിക്കാൻ ഒരിടമില്ല. അദ്ദേഹം അഭയം തേടിയിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ, തന്റെ സുഹൃത്ത് രാധന്റെ മുറിയിലാണ്. അപ്പോൾ ഓണാവധിക്ക് ഹോസ്റ്റൽ അടയ്ക്കാൻ പോവുകയാണ്. പോകാൻ വേറെ ഒരിടമില്ല, കയ്യിലാണെങ്കിൽ 1 രൂപ പോലുമില്ല. ഈയൊരവസ്ഥയിൽ ചുള്ളിക്കാട് രാധനോട് 50 രൂപ ചോദിക്കുന്നു. പക്ഷേ രാധനും ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയാണ്. അവന്റെ കയ്യിലും പണമില്ല. അവന്റെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് ഒരു 5 രൂപയാണ്. അതവൻ സ്നേഹത്തോടെ കൂട്ടുകാരനെ നീട്ടി. പക്ഷേ ആ ഒരു നിസ്സഹായതയും ദേഷ്യവും കാരണം ചുള്ളിക്കാട് ആ പണം വലിച്ചെറിയുകയാണ്. അപ്പോൾ രാധൻ പറയുന്നൊരു ഉപദേശമുണ്ട്:
അത് ഈ കഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ പറയുന്നു, പേപ്പട്ടികളെപ്പോലെ ഇങ്ങനെ നാട് നീളെ ഓടി നടക്കാതെ കടമ്മനിട്ടയെയും സച്ചിദാനന്ദനെയും പോലുള്ള മറ്റ് കവികളെപ്പോലെ നന്നായി പഠിച്ച് പരീക്ഷ പാസ്സായി ഒരു ജോലി വാങ്ങാൻ നോക്ക്, എന്നിട്ട് മതി വിപ്ലവം. ഇത് വെറുമൊരു ഉപദേശമായിരുന്നില്ല, തന്റെ കൂട്ടുകാരൻ നന്നായി കാണണം എന്ന ആഗ്രഹത്തിൽ നിന്നുള്ള ഒരു സ്നേഹശാസനയായിരുന്നു അത്. ആ വഴക്കിനെ തുടർന്ന് അഭിമാനം വ്രണപ്പെട്ട കവി ഹോസ്റ്റലിൽ നിന്നിറങ്ങിപ്പോയി. ഇതോടെ കഥയിലെ അടുത്ത നിർണായകമായൊരു സംഭവത്തിന് തുടക്കമാവുകയാണ്. വിശപ്പും ദാഹവുമായി ഒരു മനുഷ്യൻ നഗരത്തിലൂടെ നടത്തുന്ന ആ ഭ്രാന്തമായ അലച്ചിൽ. നോക്കൂ, എങ്ങനെയാണ് ഒരു വിപ്ലവകാരിയായ കവി ഒരു യാചകന്റെ അവസ്ഥയിലേക്ക് പടിപടിയായി വീണുപോകുന്നതെന്ന്. ആദ്യം ഹോസ്റ്റലിൽ നിന്നിറങ്ങി ദിവസങ്ങളോളം ഒരു തരി ഭക്ഷണം പോലും കഴിക്കാതെ നഗരത്തിൽ അലഞ്ഞു. തിരുവോണ ദിവസമാണ്, എല്ലാ ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുകയാണ്. അവസാനം വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഒരു വലിയ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി, ഭക്ഷണം യാചിക്കാൻ വേണ്ടി. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഈ അധ്യായത്തിന്റെ ഹൃദയഭാഗത്തേക്കാണ് കടക്കുന്നത്. പരമസത്യം, അഭിമാനവും അന്നവും. പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ ഏറ്റവും സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. കവി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സത്യം തിരിച്ചറിയുന്ന നിമിഷമാണിത്. അപ്പോ ഒരു യാചകനാണെന്ന് തെറ്റിദ്ധരിച്ച് ആ വീട്ടുകാർ കവിക്ക് വളരെ വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ വിളമ്പിക്കൊടുത്തു. ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന അദ്ദേഹം ആർത്തിയോടെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ വീട്ടിലൊരു പെൺകുട്ടി അദ്ദേഹത്തെ കാണുന്നത്. പിന്നെന്ത് സംഭവിക്കുന്നു? ഇതാണ് കഥയുടെ ക്ലൈമാക്സ്. ആ വീട്ടിലെ പെൺകുട്ടി വളരെ നിഷ്കളങ്കമായി അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മേ, അത് പിച്ചക്കാരനല്ല, അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. ഞങ്ങളുടെ കോളേജിൽ കവിത ചൊല്ലാൻ വന്നിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വേദികളിൽ തീപ്പൊരി കവിതകൾ ചൊല്ലി നടന്ന ആ കവി ഒരു യാചകനായി തിരിച്ചറിയപ്പെടുന്ന ആ ഒരു നിമിഷം, അദ്ദേഹം അനുഭവിച്ച ആ അപമാനവും ലജ്ജയും എത്ര വലുതായിരിക്കും. അപ്പോ ആ നിമിഷം കവിയുടെ ഉള്ളിൽ ഒരു വലിയ സംഘർഷം നടക്കുന്നുണ്ട്. ഒരു വശത്ത് അദ്ദേഹത്തിന്റെ അഭിമാനം, തല കുനിഞ്ഞ് പകുതി കഴിച്ച ചോറ് ഉപേക്ഷിച്ച് അവിടെ നിന്നും ഓടിപ്പോകാൻ അദ്ദേഹത്തിന് തോന്നി. എന്നാൽ മറുവശത്ത് ദിവസങ്ങളായി ആളിക്കത്തുന്ന വിശപ്പിന്റെ തീ. ആ നിമിഷം അദ്ദേഹം ഒരു സത്യം തിരിച്ചറിഞ്ഞു. തന്റെ വിശപ്പാണ് ഈ ലോകത്തിലെ ഒരേ ഒരു യാഥാർത്ഥ്യം. തന്റെ അഭിമാനവും അഹംഭാവവും കവിതയുമെല്ലാം അതിനു മുന്നിൽ ഒന്നുമല്ല. അപ്പോൾ ഈ പാഠം മുന്നോട്ട് വയ്ക്കുന്ന പരമമായ സത്യം ഇതാണ്. ഈ ഒരൊറ്റ വാക്യമാണ് ഈ പാഠത്തിന്റെ ആത്മാവ്. അഭിമാനത്തേക്കാൾ വലുത് അന്നമാണ്. നിങ്ങളുടെ പരീക്ഷാ ഉത്തരത്തിൽ ഈ വാചകം നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇതാണ് ഈ അനുഭവത്തിന്റെ കാതൽ. ശരി, ഇനി അവസാനമായി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ഓർത്തുവെക്കേണ്ടത്? നിങ്ങളുടെ ഉത്തരങ്ങളിൽ നിർബന്ധമായും വരേണ്ട, തിളങ്ങി നിൽക്കേണ്ട ചില പോയിന്റുകൾ. ഈ 4 കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കുക. ഒന്നാമത്തത്, ഭ്രാന്തിനേക്കാളും വലിയ പരമസത്യമാണ് വിശപ്പ്. 2, ഒരു പിടി ചോറിനു മുന്നിൽ മനുഷ്യന്റെ ആത്മാഭിമാനം എത്ര നിസ്സാരമാണെന്ന് ഈ അനുഭവം നമുക്ക് കാണിച്ചു തരുന്നു. 3, രാധൻ എന്ന സുഹൃത്തിന്റെ പങ്ക്. വെറുമൊരു കൂട്ടുകാരനല്ല, സ്നേഹത്തോടെ ശകാരിക്കുന്ന, ഉത്തരവാദിത്തമുള്ള ഒരു യഥാർത്ഥ സുഹൃത്തായിരുന്നു അയാൾ. 4, കവിയുടെ തിരിച്ചറിവിനെക്കുറിച്ചൊരു ചോദ്യം വന്നാൽ ആ പെൺകുട്ടി അദ്ദേഹത്തെ തിരിച്ചറിയുന്ന സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഉത്തരമെഴുതാൻ. ശരി, അപ്പോൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. ഒരൊറ്റ നേരത്തെ ആഹാരത്തിനു മുന്നിൽ ഒന്നുമല്ലാതായി പോകുന്ന എന്തെല്ലാം തരം അഭിമാനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നന്നായി പഠിക്കുക. എല്ലാവർക്കും പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും.